ടച്ചുള്ള ഒരു മദാമയ്ക്ക് ഇടാൻ പറ്റിയൊരു പേര്. ഓ ഐ സി. കൊച്ചു മലയാളിയല്ലേ? ആ ഓക്കെ. അല്ല ഞാൻ പറഞ്ഞുതരാം, പേര് ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു അടിപൊളി പേരുണ്ട്, ഭയങ്കര വെറൈറ്റി പേരാ. ഞാൻ ചെറുപ്പം തൊട്ട് എനിക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഇടണം എന്ന് ആലോചിച്ചിരുന്ന പേരാ. പറയട്ടെ? അത് തന്നെ ഇടണം, എന്റെ ആഗ്രഹം. അപ്പു അല്ലേ? നിനക്ക് എങ്ങനെ മനസ്സിലായി? അയ്യോ, പുതിയ പേരല്ലേ? എന്നാ വേറൊരു പേരുണ്ട്, മിന്നു. എന്റെ ഒരു പേരുണ്ട്. എന്താ? കണ്ണൻ. എന്നാ എന്റെ ഒരു പേരുണ്ട്, ഉണ്ണിക്കണ്ണൻ. എന്റെ വേറൊരു പേരുണ്ട്. എന്താ? ഇറങ്ങിപ്പൊടി. ഞാൻ പേര് കണ്ടുപിടിച്ചോളാം. പറ്റിയൊരു പേര്. എനിക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു ഇവളുടെ അടുത്തൊക്കെ ചോദിക്കാൻ? അല്ലേ? എന്നിട്ട് അവൻ ദേഷ്യപ്പെട്ടു. നോക്കും. ദേഷ്യപ്പെട്ടു. ഇതിപ്പോ എന്തുവാ ചെയ്യേണ്ടത്? അതാ എനിക്ക് ഒരു പിടി. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടേ? അല്ല, കൊണ്ടുപോകണം, പക്ഷെ അത് എങ്ങനെ അവനെ കൺവിൻസ് ചെയ്യുന്നുള്ളതാണ്. എങ്ങനായാലും വേണ്ടില്ല, കൊണ്ടുപോകണം. എന്നാന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള തുടക്കത്തിലുള്ള രോഗമാണെങ്കിൽ, അത് എന്ത് രോഗമാണെങ്കിലും തുടക്കത്തിൽ ചികിത്സിച്ചാൽ ഭേദമാകും. അല്ലെ പിന്നെ സൂചി കൊണ്ട് എടുക്കേണ്ട, തൂമ്പ് കൊണ്ട് എടുക്കേണ്ടി വരും. അല്ല, അവനെ അറിയിക്കാതെ കൊണ്ടുപോകാൻ എന്തെങ്കിലും? അങ്ങനെ പറ്റത്തില്ല, കാര്യം അവന് ബുദ്ധിബോധമൊക്കെ ഉണ്ട്. നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്ന. അപ്പൊ പിന്നെ അറിയിക്കാതെ കൊണ്ടുപോകാൻ പറ്റുമോ? ഈ ഒരു കാര്യം മാത്രം പറഞ്ഞ് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം. ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാലുണ്ടല്ലോ, എനിക്ക് അതിന്റെ കുഴപ്പം. ആൾക്കാർ ചോദിച്ചാൽ ഞാനെന്തോ പറയും? അത് മാത്രല്ല, ഇവിടെ വെച്ച് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വീടിനും അത് കുഴപ്പമുണ്ടെന്ന് ആൾക്കാർ പറയും. അയ്യോ, അങ്ങനെ വല്ലതും പാട്ടായി പോയാൽ പിന്നെ ഒരു പേയിങ് ഗസ്റ്റിനെ പോലും കിട്ടത്തില്ല ഇവിടെ നിൽക്കാനായിട്ട്. നിന്നെ പോലത്തെ കണ്ണാണല്ലോ ഇതിന്. അതേ മൂക്ക്. ഇവനെ പറ്റിയ പേരെന്താന്നറിയോ? ഷുട്രൻ. അവൻ ഇഷ്ടായി, അവൻ ചിരിക്കും. നോക്കി. ഉറങ്ങടാ ഷുട്ര. അതല്ല, ഞാൻ പറഞ്ഞ അവന് കൂടുതൽ ഫീൽ ചെയ്യും. ചിലപ്പോ അവന് ഭയങ്കരമായിട്ട് ഹെർട്ട് ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ. അല്ല, ഇപ്പൊ ഞാനും ഉണ്ടല്ലോ, നമുക്ക് നിത്യമോളെയും കൂടെ വിളിക്കാം. 3 പേര് പോയി കഴിഞ്ഞാൽ മുങ്ങിപ്പോവോ? അവനും കൂടെ ആവുമ്പോ 4 ആകത്തില്ലേ? നീ വന്നേ മോളെ. നിത്യേ, അല്ല, വാ, നീ എഴുന്നേക്ക്, വാ നിത്യമോളെ. എന്താ നിത്യേ? എന്താ ക്ലാരാൻഡി? ഒന്നുമില്ല മോനെ. എന്താണ് ജീവ? ഒന്നുമില്ല. ദേ നിത്യാൻഡിക്ക് ഒരു ഹായ് എടുത്തേ. ഹായ് ക്ലാരാൻഡി. ഹായ് ജീവ. ഹായ്. എനിക്ക് തരുമോ എടുക്കാൻ? ഇല്ല, ഷുട്രിന് അങ്ങനെ തരുമല്ലോ. ഷുട്രി പേണങ്ങും. ഷുട്രി ഇപ്പൊ ഉറങ്ങേണ്ട സമയല്ലേ? അതിന്റെ ആ എണ്ണയുടെ പേരെന്തായിരുന്നു? നാൽപ്പാമരാതി. നാൽപ്പാമരാതി. മുടി വരുമല്ലേ? അയ്യോ മോനെ, അത് മുടി വളരാനുള്ളതല്ല, പിന്നെ ദേഹം വെളുക്കാനുള്ളതാ. എത്രയൊക്കെ വെളുപ്പ് മതി, എന്തിനാ കൂടുതൽ വെളുക്കുന്നത്? എന്നാലും തേക്കും. നാൽപ്പാമരാതി എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് പൊട്ടൊക്കെ തൊട്ട് അവനെ ഉറക്കും. മോനെ, എടാ ജീവ, നമുക്ക് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകണ്ടേ? ആംബുലൻസ് വിളിക്കണോ? ഹോസ്പിറ്റലിലോ? നിനക്കെന്താ പനിയാണോ? അല്ല, എനിക്ക് പനിയൊന്നുമില്ല. ആന്റിക്ക് പനിയോ? എനിക്കൊന്നുമില്ല. നിനക്കെന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. പിന്നെന്തിനാ ഹോസ്പിറ്റലിൽ പോണേ? ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂടാ? അടുത്തൊരു ജംഗ്ഷനിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, കേസ്. അത് പറ്റത്തില്ല. കുളമ്പാറല്ലോ. അല്ല, നീ മിണ്ടണ്ട. നിനക്ക് ഇതൊരുവട്ടം നോക്കേണ്ടി വരും. അല്ല, കുസുമഗിരി അതോ? ആണല്ലേ, കുട്ടിക്ക് കുസുമഗിരിയില് നല്ലൊരു ഹോസ്പിറ്റലാ. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കി തരും. എനിക്ക് അപ്പോഴേ അറിയാൻ പറഞ്ഞില്ല ഇവക്ക് മനസ്സിന് എന്ത് വരുന്നടാ രോഗത്തിന്റെ പേര് പറഞ്ഞ എന്തോ ബേബി പീലിയായോ? ബേബി പീലിയോ? പീലി. ഇവനാണോ രോഗം? അല്ല, എന്തോ ഒരു പേര് പറഞ്ഞല്ലോടാ. എന്താടാ? ബേബി ഫോബിയ. ബേബി ഫോബിയോ? ആർക്ക്? നിനക്ക്. ഇതങ്ങനെ നീ പേടിക്കാനൊന്നുമില്ല, കോമൺ ആയിട്ടുള്ള മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് ശരിയാവുന്നേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെയാ പറയണേ? അല്ല, നിനക്ക് ഫോബിയ ആണല്ലോ. നിനക്ക് ഈ കൊച്ചുമായിട്ട് ഇങ്ങനെ, അല്ല കൊച്ചാണെന്ന് വിചാരിച്ച് ഈ പാവയുടെ കൂടെ. ആര് പറഞ്ഞു? പറ്റിച്ചെന്നോ? ആരാ? എല്ലാരും വിശ്വസിച്ചില്ലേ? സംഭവം എന്താണെന്നറിയോ? ഇവനെ ഒരു കൊച്ചിനെ നോക്കാൻ വേണ്ടി ഒരു ജോലി കിട്ടി. അത് ഞാനൊന്ന് വേറെ രീതിയിൽ ആഘോഷിക്കുന്നതാണ്. കൊച്ചിനെ നോക്കാനോ? എന്റെ ഒരു കൂട്ടുകാരുടെ കൊച്ചു. ഇവൻ ബിടെക് വരെ പഠിച്ചതല്ലേ? ബിടെക് വരെ പഠിച്ചല്ല, ഇപ്പൊ ഒരു ഹോം നേഴ്സായി.
എടാ കൊച്ചിന് നോക്കാനാണോ ബിടെക് വരെ പഠിച്ചത്? കൊച്ചിന് നോക്കാൻ ബിടെക് ഒന്നും പഠിക്കണ്ട, അല്ലാതെ തന്നെ പോയി നോക്കാം. അല്ലാതെ തന്നെ നോക്കാമല്ലോ. അത് എനിക്കൊരു ജോലി കിട്ടി, ബേബി കെയർ, അതിന്റെ ഒരു പരിപാടിയായിരുന്നു. ഞാനത് എങ്ങനെ നോക്കാതെ ഞാൻ ആന്റിയോട് വന്നിട്ട് സംശയങ്ങളൊക്കെ ചോദിച്ചത്. എന്നിട്ട് ഇവൻ എന്താ പറഞ്ഞെന്നറിയോ? എന്തോ നിനക്ക് ബേബി ഫോബിയ ആണ്, വട്ടാണെന്ന്. അല്ലടാ അതാണ് ഞാനേ എൻ്റെ ആക്ടിങ് സ്കില്ലെന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരൊന്ന് പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ച. I am a hero. I am a hero. I am a hero. നിത്യ, എന്താടാ? അതെ എനിക്കൊരു സീരിയസ് ആയിട്ടുള്ളൊരു മാറ്റർ പറയാനുണ്ട്. എന്താണത്? സീരിയസ് മാറ്റർ പറയൂ. ദേ കിരൺ അവിടെ ഇരിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ? അവന്റെ കയ്യിൽ എന്താടാ, കൊച്ചോ? അവൻ്റെ കയ്യിലൊരു കൊച്ചിൻ്റെ പാവയാണ്. ആ, ഞാനിപ്പോൾ ആകെപ്പാടെ ഒരു ധർമ്മസങ്കടത്തിലാണ്. അവന്റെ കയ്യിൽ പാവ ഇരിക്കുന്നേ, നീ എന്തിനാണ് ധർമ്മസങ്കടത്തിലാവുന്നേ? അവൻ്റെ കയ്യിൽ പാവ ഇരിക്കുന്നതിൻ്റെ അല്ല ധർമ്മസങ്കടം, പിന്നെ അവൻ്റെ അവസ്ഥ ഓർത്തിട്ടാണ് ധർമ്മസങ്കടം. അവനിപ്പോ എന്താ അവസ്ഥ? എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അവൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കുട്ടിയെ, ആ കുട്ടീനെ റോഡിൽ വെച്ച് ആക്സിഡൻ്റ് ആയി മരിച്ചുപോയി. അത് ഇവൻ്റെ കൺമുൻപിൽ വെച്ചാണ് ആക്സിഡൻ്റ് ആയത്. അയ്യോ, അതിൻ്റെ ഒരു ഷോക്ക് അവനുണ്ട്. അവൻ ഇന്നലെ വെളുപ്പിനെ എന്തോ സ്വപ്നം കണ്ടൊക്കെ ഞെട്ടി എണീക്കുണ്ടായിരുന്നു. എന്തോ ഒരു പ്രത്യേക ഒരു ചെറിയൊരു മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നം അവനെ ബാധിച്ചിട്ടുണ്ട്. വട്ടാണോടാ? നമുക്ക് നമ്മുടെ സുഹൃത്തിനെ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ സുഹൃത്തൊന്നുമല്ല, നിന്റെ സുഹൃത്തല്ലേ. എന്നോട് അവന് പകയാ, അവനെന്നെ ഉപദ്രവിക്കോടാ. അങ്ങനത്തെ ഒരു പ്രശ്നമല്ല ഇത് കൊച്ചുങ്ങള് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അവൻ ആ കൊച്ചുങ്ങളുടെ സ്നേഹമാണ് അവൻ ഭ്രാന്തമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആണല്ലേ? മനസ്സിലാക്കുക. അല്ലാണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പം നിത്യം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അതായത് ഇപ്പൊ അവന്റെ പെരുമാറ്റത്തില് ഇത്തരം ചില പ്രശ്നങ്ങളൊക്കെ നിത്യക്ക് തോന്നാം. എടാ, ഇതിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടേ? ആന്റിയോട് പറഞ്ഞോ നീ? ആന്റിയോട് പറഞ്ഞില്ല, അതാ ഞാൻ പറയാൻ വന്നു. ആന്റിയോട് അവൻ എന്തെങ്കിലും പറഞ്ഞായിട്ടല്ലോ പറഞ്ഞു? എനിക്കറിയാൻ പാടില്ല, ഞാൻ ആന്റിയോട് ഒന്ന് പോയി ചോദിക്കട്ടെ. അല്ല, ചോദിച്ച് മനസ്സിലാക്കി വെച്ചില്ല. കാരണം അവന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. എന്നാലേ ഞാൻ പോയി ആന്റീന്റെ അടുത്ത് അന്വേഷിച്ചിട്ട് വരാം കേട്ടോ. നീ ഒന്ന് സൂക്ഷിക്കണേടാ. എന്റെ റൂമിലോട്ട് എങ്ങനെ വരുന്നുണ്ടോ, വല്ല ബോംബെങ്ങാനും പൊട്ടിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. അങ്ങനെയൊന്നും പേടിക്കണ്ടെന്ന്. എടാ, നീ വിചാരിക്കണ പോലെയല്ല, എന്നോട് അവനെ പക. കാര്യം വേറെ ലെവലാണ്. ഞാൻ പോയി ആന്റിയോട് അന്വേഷിക്കട്ടെ കേട്ടോ. ഇതെടുത്ത് ഇവനെ എറിഞ്ഞാലോ? നിന്റെ സ്കില്ല് പരീക്ഷിക്കാൻ വേണ്ടിട്ട് അവന് വട്ടാണെന്ന് പറയുന്നതാണ്. അഭിനയം എന്ന് പറഞ്ഞ ഒരു വിശ്വസിപ്പിക്കലാണല്ലോ. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ. അല്ല ആന്റി, ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ഇവൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കട്ടെ, ഞാൻ ആകെ ടെൻഷൻ ആയിപ്പോയി. ബേബി